Hi friends, welcome to the coffee mug. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ മസാല റെസിപ്പിയുടേതാണ്. ചില സ്ഥലങ്ങളിൽ കൂന്തലിന് കണവ എന്നും പറയും. ഇത് ചോറിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള നാടൻ കറികളുടെ പ്ലേലിസ്റ്റ് മുകളിൽ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്കിനി കണവ എങ്ങനെ ക്ലീൻ ചെയ്ത് മസാല ഉണ്ടാക്കാമെന്ന് നോക്കാം. കൂന്തൽ വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിവ എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്ന് നോക്കാം. എനിക്കിവിടെ ചെറിയ കൂന്തലാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിരുന്നതാണ്. ബാക്കിയുള്ളവ ഞാൻ നേരത്തെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിന്റെ തലയങ്ങ് വലിച്ചെടുക്കാം. ഈ ഭാഗത്തായി ഇതിന്റെ നട്ടെല്ലുണ്ട്, അതങ്ങ് വലിച്ചെടുക്കണം. ഇതൊരു പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് അകത്തുള്ള വേസ്റ്റ് ഒക്കെ എടുത്തു കളയാം. അതിനുശേഷം ഇതിന്റെ തൊലി റിമൂവ് ചെയ്യണം. ഇങ്ങനെ അങ്ങ് തൂത്തുവിട്ടാൽ മതി, തൊലി ഊരി പോന്നുള്ളൂ. ബാക്കിയുള്ളവയും കൂടെ വലിച്ചെടുത്ത് കളയാം. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ളവയും കൂടി വൃത്തിയാക്കി എടുക്കണം. ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ചെറിയ സൈസുള്ള റിങ്ങുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവയും കൂടി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് നന്നായി കഴുകിയെടുക്കണം. ഇനി നമുക്ക് കൂന്തൽ മസാല എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ചട്ടിക്ക് പകരം കടായിയോ നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 15 മീഡിയം സൈസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില ഇവ ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കളറ് മാറണ്ട കേട്ടോ, ഒരു 10 സെക്കൻഡൊക്കെ മൂപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി മീഡിയം സൈസ് 2 സവോള കനം കുറച്ചരിഞ്ഞതും, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. സവോള നന്നായി വാടി സോഫ്റ്റ് ആയി കിട്ടണം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടോ. ഏകദേശം ഒരു 3-4 മിനിറ്റ് സമയമെടുക്കും സവോള വാടിക്കിട്ടാൻ. ഇപ്പോൾ സവോള നന്നായി വാടി ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/4 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കാട്ടോ.
ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. വൃത്തിയാക്കിയതിന് ശേഷം 500 ഗ്രാം കൂന്തലുണ്ട് കേട്ടോ. തിളച്ചു തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ കൂന്തലിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൂന്തലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയും നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനായിട്ട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കറിയുടെ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ കറിക്ക് അത്യാവശ്യം എരിവുള്ളതാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ.